Namaste. Those who are new here, I'm Dr. Susan Kerr, life psychologist and transformation coach. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മോട്ടിഫിക്കേഷൻ ആണ്. അത് നമ്മുടെ ലൈഫിൽ ഒരു വിക്ടിമിൻ്റെ ലൈഫിൽ എങ്ങനെ അതൊരു ജനറേഷൻ ട്രോമയായിട്ട് വരുമെന്നും അതെങ്ങനെയാണ് ഹാപ്പൻ ചെയ്യുന്നതെന്നും അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാമെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. മോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അപമാനം വരിക, മാനഹാനി വരിക, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഷെയിം, ഗിൽട്ട്, മനസ്സിന് ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുക, നമ്മൾ ഭയങ്കരമായിട്ട് ഒരു അമ്പരപ്പിൽ അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല ഈ ലഭ്യനായിട്ട് നിൽക്കുക, അങ്ങനെ പബ്ലിക്കലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ, ഒരു വ്യക്തികളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുമ്പിൽ നമ്മൾ അങ്ങനെ നിൽക്കുന്നതിനെയാണ് നമ്മൾ മോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം വളരെ ലജ്ജാകരമായ, വളരെ സങ്കടമുണ്ടാക്കുന്ന, വളരെ സാഡ് ആൻഡ് ഷെയിംഫുൾ ആൻഡ് ഗിൽട്ടി ആക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിൽ നമ്മളാകുന്നതാണ് നമ്മൾ ഈ മോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള വളരെ ഹൈ ലെവലിൽ ഓഫ് എംബാരസ്മെന്റ് ഉണ്ടാകുന്നു, നമുക്ക് മാനഹാനി ഉണ്ടാകുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നാണക്കേട് ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ സെൻസസിനെയൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. പിന്നെ നമ്മളെ തന്നെ നമ്മൾ പീഡിപ്പിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. പല മതപരമായ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഇൻവോൾവ് ആയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ മാറ്റിവെച്ച് നമ്മളെ തന്നെ ശിക്ഷിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ പോവും. പലപ്പോഴും നമുക്ക് ഈ ഒരു മോട്ടിഫിക്കേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും മറന്നു പോകും. പലപ്പോഴും നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഒരാളോട് പറയാനുള്ളത്, ഒരു കാര്യം നമ്മുടെ കരിയറിലേക്ക് പോകുന്ന കാര്യത്തിലാണ്, അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ്. നമ്മുടെ ലൈഫിലെ പല ഏരിയാസിലും നമുക്ക് വളരെയേറെ മറവികൾ സംഭവിക്കും ഇത് നമ്മൾ വരുമ്പോഴത്തേനും. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ നോക്കുന്നത് നമ്മളൊരു വിക്ടിം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ നാർസിസിസ്റ്റിന്റെ വിക്ടിം, അല്ലെങ്കിൽ അതിനകത്തൊരു നമ്മൾ പറയത്തില്ലേ ഒരു ഡൈനാമിക്സ് ഉണ്ട്, വിക്ടിം നാർസിസിസ്റ്റ് ഡൈനാമിക്സ് ഉണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പെയിനും ആഗനിയും നമ്മൾ ഒരു ക്ലോസ് ഡോറിനകത്ത് നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ കൺഫൈൻമെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ അതിനകത്ത് നമ്മളെ മെന്റലി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇംപ്രിസൺ ആയി പോകും. കാരണം ഒരു അബ്യൂസ് സംഭവിക്കുന്നു നമ്മുടെ ക്ലോസ് ഡോറിനകത്ത്, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ അവർ ഉപദ്രവിക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഫിയർ ഓഫ് ലൂസിങ് ഫാമിലി, അല്ലെങ്കിൽ ഫാമിലിയുടെ അന്തസ്സ്, അതുപോലെ തന്നെ പബ്ലിക്കിന്റെ ജഡ്ജ്മെന്റ്, ഫിയർ ഓഫ് ബിക്കം നമ്മുടെ സബ്ജക്ട് ടു ദ ക്രിറ്റിസിസം ഓഫ് ദ പീപ്പിൾ ആൻഡ് അട്രാക്ടിങ് സിമ്പതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മളുടെ ഒരു സ്കേപ്പ് ഗോട്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വ്യക്തിയെ നമ്മൾ അതിനകത്തേക്ക് എടുത്തിട്ട് എല്ലാ ബ്ലെയിമും എല്ലാ പ്രശ്നങ്ങളും ആ വ്യക്തിയുടെ മുകളിലേക്ക് ഇട്ട് അത് ആ മെയിനായിട്ട് നമ്മുടെ ആ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ആ ഒരു വ്യക്തിക്ക് ഇതുപോലെ നമുക്ക് നമ്മുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു പെയിൻ ഉണ്ടാക്കുക. അപ്പോൾ അവിടെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളിലേക്കും എല്ലാം ഇതിൻ്റെ എക്സാമ്പിളായിട്ട് കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ സഹിക്കാനുള്ളതാണ്, ഇതിൽ കൂടെ നമ്മൾ പോകാനുള്ളതാണ്. ഇതുപോലുള്ള ഈ ഫിയർ ഓഫ് നമുക്ക് ഈ അപമാനത്തെയും ഇതിനെയൊക്കെ പേടിച്ചിട്ട് നമ്മളിലേക്ക് തന്നെ നമ്മളെ പെയിൻഫുൾ ആയിട്ട് നമ്മൾ പറയും ഒരു സെൽഫ് ഒരു പീഡനം നമ്മളിലേക്ക് തന്നെ കൊടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഇതിലൂടെ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും എല്ലാവരുടെ മുമ്പിലും നല്ല രീതിയിൽ നിൽക്കാനാണ് ഇഷ്ടം. എൻ്റെ കുടുംബം നല്ലതാണ്, എൻ്റെ മക്കൾ കണ്ടില്ലേ, ഞങ്ങളുടെ ആ സിസ്റ്റം നല്ലതാണെന്ന് കാണിക്കാനായിട്ടുള്ളതാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറയാൻ നമുക്ക് ഇഷ്ടമില്ല. അതുപോലെ തന്നെ ഒരു നാർസിസിസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു ഫിയർ എന്ന് പറയുന്നത് അയാളിലേക്ക് നമ്മൾ ആ മോട്ടിഫിക്കേഷൻ്റെ ഇത് വരുമ്പോഴത്തേനും അയാളെ റിവീൽ ചെയ്യപ്പെടുക, അയാൾ അങ്ങനത്തെ ഒരു മോശമായ വ്യക്തിയാണെന്നും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നാർസിസിസ്റ്റിന്റെ എല്ലാ അബ്യൂസസിനെയും അയാളുടെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നമ്മൾ കാണിക്കുമ്പോൾ അവിടെ അയാൾക്ക് വളരെയേറെ വിഷമം ഉണ്ടാവും. അപ്പം അയാൾ ഒരു റേജ് കാണിക്കും. അപ്പോൾ ആ നാർസിസിസ്റ്റിക്
മോട്ടിഫിക്കേഷനിൽ ആ ഒരു സൈക്കോളജിക്കൽ ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണ് ഒരു നാർസിസിന് ഉണ്ടാകുന്നത്. അതിനകത്ത് നമ്മൾ പറയും ഡെത്ത് ബൈ എംബാരസ്മെന്റ് എന്ന് പറയും. അപ്പോൾ അയാളുടെ ഐഡിയലൈസ്റ്റിക് ആയിട്ട് വെച്ചിരിക്കുന്ന അയാളുടെ സെൽഫ് ഇമേജും അതുപോലെ തന്നെ പബ്ലിക്കലി അയാൾ വലുതായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ട് തകർന്നടിഞ്ഞിട്ട് അയാൾക്ക് ഇൻറ്റൻസ് ഫീലിംഗ് ഓഫ് ഷെയിമും ടെററും അയാൾ ഭയങ്കരമായിട്ട് അയാളുടെ കംപ്ലീറ്റ് ലോസ് ഓഫ് കൺട്രോളും എല്ലാം പോകുമ്പോൾ ആ നാർസിസിക് സപ്ലൈ അയാൾക്ക് ഫെയിലിയർ ആകുമ്പോഴത്തേനും അയാളുടെ അപ്രൂവലും അയാളുടെ അഡ്മിറേഷനും അയാളുടെ അപ്രീസിയേഷനും എല്ലാ കാര്യങ്ങളും പോകുമ്പോഴത്തേനും അയാൾക്ക് വളരെയേറെ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ അവിടെ മറ്റുള്ളവരുടെ കൺഫ്രണ്ടേഷനിൽ അയാളുടെ എല്ലാവരുടെയും ഫ്ലോസ് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ മോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും. എന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് സഫർ ചെയ്യിച്ചുകൊണ്ട് അതിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ഈ അബ്യൂസർക്ക് നമ്മളെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ നാർസിസിസ് റേജ് അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാലുള്ള അതിനെയൊക്കെ പേടിച്ചിട്ട് നമ്മൾ ഈ അവരുടെ അപമാനം, അവർക്കൊരു മോട്ടിഫിക്കേഷൻ സംഭവിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന റേജിനെ പേടിച്ചിട്ട് പിന്നെ നമുക്കുണ്ടാകുന്ന ഈ അബ്യൂസസ് നമ്മൾ കടന്നുകൂടുന്ന കാര്യങ്ങളും എല്ലാം കൂടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും മനസ്സിൽ വന്നുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കും, എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കും. അപ്പം ഈ പ്രോസസ്സാണ് നമ്മുടെ കുട്ടികളിലേക്കും പകർന്ന് പോകുന്നത്. അപ്പം ആ ഒരു നമ്മുടെ കുടുംബമായാൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്നും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേണമെന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഇത് നമ്മൾക്ക് ജനറേഷനായിട്ട് ഒരു ഭയങ്കര ട്രോമയായിട്ടാണ് വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ അബ്യൂസിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അതിന് ഏതൊക്കെ രീതി വന്നെന്ന് പറഞ്ഞാലും അവിടെ നമ്മൾ എപ്പോഴും നോക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ എങ്ങനെയാണ് നമ്മളിതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സെൽഫ് അവെയർ ആയിരിക്കണം. ഐ നീഡ് ടു ബി വെരി മച്ച് അവെയർ ഓഫ് മൈ സെൽഫ്, എൻ്റെ സിറ്റുവേഷൻസ് എന്താണ് നടക്കുന്നത്, ഇവിടെ എന്ത് ഡൈനാമിക്സ് ആണ് നടക്കുന്നത്. അപ്പം അവിടെ ഒരു അബ്യൂസും ഇങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ളൊരു ഹസ്ബൻഡ്, വീട്ടിൽ വന്നിട്ട് ബഹളം വയ്ക്കുന്ന ഒരു ഹസ്ബൻഡ്, അല്ലെങ്കിൽ നമ്മളെ വളരെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് അബ്യൂസ് ചെയ്യുന്ന ഒരു വൈഫാണ്. പലപ്പോഴും ഈ മോട്ടിഫിക്കേഷൻ പ്രോസസ്സ് ആണുങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് വരാറുണ്ട്. കാരണം ഒരു സ്ത്രീ അവരെ ഭരിക്കുന്നു, ഒരു സ്ത്രീ അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഒരു സ്ത്രീ അവരെ കൺട്രോൾ ചെയ്യുന്നു പറയുമ്പോൾ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഷെയിം, ഇതൊക്കെയാണ് നമ്മൾ ഇതിനെ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള, നമ്മുടെ അബ്യൂസസിനെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഏറ്റവും വലിയ റീസൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണിത്. അതിനകത്ത് നമ്മളങ്ങ് സെൽഫ് സാക്രിഫൈസിലേക്കും സെൽഫ് സഫറിങ്ങിലേക്കും ഒക്കെ പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. റിലീജിയസ്ലി പോയിട്ട് ഭയങ്കരമായിട്ട് നോമ്പുകൾ എടുക്കുക, ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ പറയത്തില്ലേ ഭക്ഷണം ഒന്നും കഴിക്കാതെ വീക്കുകളും മാസങ്ങളും ഒക്കെ നടക്കുന്നവരുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഫാസ്റ്റിങ്ങിലൂടെ അവരെ തന്നെ പെയിൻഫുൾ ആയിട്ടിലേക്ക് ചിലപ്പോൾ ബോഡിയിലൊക്കെ അവർ ഭയങ്കരമായിട്ട് അതിനെ ടോർച്ചർ ചെയ്യുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒക്കെ കാര്യത്തിലേക്ക് പോകുന്ന അവരുടെ ചിന്ത ഇതിൽ നിന്നെല്ലാം അവർക്ക് വിടുതൽ കിട്ടുമെന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം, വി നീഡ് ടു ബി വെരി സെൽഫ് അവെയർ. നമ്മളിങ്ങനെ പേടിച്ചിരിക്കാൻ പാടില്ല. നമ്മൾ വളരെ അസേർട്ടീവായിട്ടും വളരെ പ്രാക്ടിക്കലായിട്ടും കാര്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ആലോചിക്കണം. നമ്മളൊരു വിക്റ്റിമാണെങ്കിൽ നമ്മളല്ല മറ്റേ ആളുടെ അബ്യൂസസിനെയും അയാളുടെ ആ ഒരു നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ആ വ്യക്തിയാണ് മോശമായിട്ട് പെരുമാറുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അതിനുള്ള കോൺഫിഡൻസ്, ഒരു സെൽഫ് കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇതിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കണം. നമ്മൾ സൈക്കിൾ ബ്രേക്ക് ചെയ്യണം. ഈ അബ്യൂസസിൻ്റെയും ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നതിൻ്റെയും ഒക്കെ നമ്മളെ ആ സൈക്കിളിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഒരു നാർസിസിക് വിക്ടിം ആ ഒരു ഡൈനാമിക്സിൽ നമുക്കുണ്ടാകുന്ന ഇതുപോലെയുള്ള പബ്ലിക് ഷെയിം, അതിൻ്റെ ദ ഗ്രേറ്റ് എംബാരസ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ we need to be self-aware, we need to break the cycle of abuse. Then നമ്മൾ നമ്മുടെ ബൗണ്ടറീസിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം. we need to create boundaries and we need to protect our functional boundaries. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ ഓരോ കാര്യത്തിലും നമ്മുടെ ഇൻഡിവിജ്വലിസ്റ്റിക് ലൈഫിലേക്ക് നമ്മൾ നോക്കണം. എൻ്റെ ലൈഫ്, എൻ്റെ ഗോള്, ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്യാനുള്ള എൻ്റെ ഒരു ഡ്രീം ഒക്കെ ഉണ്ട്. അതിലേക്കാണ് മോർ ഫോക്കസ് കൊടുക്കേണ്ടത്. അതിൽ ആരെങ്ങനെ വന്നെന്ന് പറഞ്ഞാലും നമ്മൾ അതിനെ മാറ്റി നിർത്തുക തന്നെ ചെയ്യണം. ആൻഡ് ബി കോൺഫിഡൻറ്റ് ടു എക്സ്പ്രസ് വെൻ യു ആർ ഇൻ ട്രബിൾ.
സീക്ക് ഹെൽപ്പ് എന്നുള്ളത്. ആ സീക്ക് ഹെൽപ്പ് ചെയ്യുന്നത് പലപ്പോഴും പലർക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ സീക്ക് ഹെൽപ്പിലേക്ക് വരാത്തത്. അവർ ചിന്തിക്കുന്നത് അതെന്തോ അവരെ മോശക്കാരാക്കുമെന്നോ, അവർ കഴിവില്ലാത്തവരാണെന്ന് ചിന്തിക്കുമെന്നോ, അവർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മറ്റുള്ളവർ ചിന്തിക്കും. എഗെയിൻ അവിടെ ഒരു ഷെയിം, ഗിൽട്ട് ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ പുറത്ത് കടന്നിട്ട് നമ്മുടെ ലൈഫിനെ ഏറ്റവും ബെസ്റ്റായിട്ട് ജീവിക്കാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മൾ എപ്പോഴും പറയും പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസ് എന്ന് പറയുന്നത്. പീസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലേക്ക് ഒത്തിരി കാര്യങ്ങൾ വരുമ്പോൾ സംഭവിക്കുന്നതല്ല. നമ്മുടെ ലൈഫിൽ നിന്ന് വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിനെ മോർ ആൻഡ് മോർ എംപ്റ്റി ആക്കുമ്പോൾ തന്നെ വരുന്ന ഒരു കാര്യമാണ് പീസ് എന്ന് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ കിടന്ന് ഓടുമ്പോഴാണ് നമുക്ക് പീസ് വരാതിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് പതുക്കെ കളഞ്ഞ് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മൈൻഡ് അത് നമുക്ക് ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ സോൾ ഏറ്റവും നന്നായിട്ട് പ്രകാശിക്കത്തുള്ളൂ, നമ്മുടെ ബോഡി ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുവരികയും നമ്മളുടെ ലൈഫിനെ നമ്മൾ ഡിസൈൻ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് എന്തൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, എന്തൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കും എന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മളുടെ ഈ ഹ്യൂമിലിയേഷൻ, ഈ എംബാരസ്മെന്റ്, ഈ ഷെയിം, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഗിൽട്ട്, ഇതൊന്നും നമ്മളുടെ പ്രശ്നം കൊണ്ടല്ല, വേറൊരാളിൽ നിന്ന് നമ്മൾ അബ്യൂസ് അനുഭവിക്കുന്നത് കൊണ്ട് വരുന്നതാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് എന്ത് രീതിയിലുള്ള ഷെയിമോ ഗിൽട്ടോ അല്ലെങ്കിൽ എംബാരസ്മെന്റോ വന്നാലും അതിനെ ഞാൻ ഡീല് ചെയ്യും എന്നുള്ളതും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നോസിനെ ഏറ്റവും നന്നായിട്ട് ഡിഫൈൻ ചെയ്യുക, നമ്മുടെ ഏഴ്സുകളെ ഏറ്റവും നന്നായിട്ട് ഡിഫൈൻ ചെയ്യുക, നമ്മൾ അനുഭവിക്കുന്നതിനെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് എവിഡൻസ് വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു മോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഹൈലി നമ്മുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും വല്ലാത്ത രീതിയിൽ വളരെ ഇമോഷണലി നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മോട്ടിഫിക്കേഷൻ. ഇതുകൊണ്ടാണ് പലപ്പോഴും പല വിക്ടിംസും ഒരു കാര്യവും പുറത്തേക്ക് പറയാത്തതും അവരുടെ ആത്മപീഡനത്തിലൂടെ അവരവരുടെ ലൈഫിനെ കൊണ്ടുപോകുന്നതും പലപ്പോഴും ഒരു സ്കേപ്പ് ഗോട്ടിങ്ങിന്റെ പ്രോസസ്സിലേക്ക് അവർ എത്തിച്ചേരുന്നതും. അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ഒരിക്കലും അബ്യൂസസ് എടുക്കാൻ പാടില്ല, വേറൊരാളെ അബ്യൂസ് ചെയ്യാൻ പാടില്ല, നമ്മൾ സെൽഫ് അബ്യൂസും ചെയ്യാൻ പാടില്ല. അപ്പം മോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് അബ്യൂസിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ ബൗണ്ടറീസ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അങ്ങനെ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.